ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടീച്ചർ അറ്റ് ഹോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9th ചാപ്റ്റർ, ദാറ്റ് ഈസ് അബൌട്ട് റേഷ്യോ. ഓക്കെ, റേഷ്യോ എന്ന വേർഡിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ചെറിയ ക്ലാസ്സിലൊക്കെ. അപ്പൊ ഇന്ന് അതിന്റെ ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ കമ്മിങ് ടു ദ പോർഷൻ ലെങ്ത് ആൻഡ് വിഡ്ത്ത്. ഇപ്പോൾ ഒരു ലെങ്ത് മറ്റേ സ്ക്വയറോ റെക്ടാംഗിളോ എന്തെന്നെ എടുക്കുകയാണെങ്കിലും നീളവും വീതിയും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ ഇതിൽ ലെങ്ത് പറയുന്നത് എത്രയാ? 4 സെന്റിമീറ്റർ. ബ്രെഡ്ത്ത് ആണെങ്കിലോ 2 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ അതിന്റെ തമ്മിൽ ഒരു പെക്യൂലിയാരിറ്റി ഉണ്ട്. നമ്മൾ 4 and 2 എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ് ഇസ് എ ഫാക്ടർ ഓഫ് 2 അല്ലേ. 2ന്റെ ഒരു ഫാക്ടർ ആണത്. സോ ഇഫ് എന്താണ് നമ്മൾക്കത് എഴുതാം, ഇറ്റ് ഇസ് എ ഫാക്ടർ ഓഫ് 2. 4 എന്ന് എഴുതി. ലെങ്ത്, അപ്പൊ ലെങ്ത് ഈസ് ഈക്വൽ ടു L is equal to 4 and breadth is equal to breadth അല്ലെങ്കിൽ width എന്ന് എഴുതാം അല്ലേ. width is equal to 2. ഇനി അടുത്തത് എന്താ? 5ഉം 2.5ഉം. is there any common relation between the length and width of this? അപ്പൊ ലെങ്ത്തും വിഡ്ത്തും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ലെങ്ത് is equal to 5 centimeter and breadth എത്രയാ ഇതില്? breadth അല്ലെങ്കിൽ width is equal to 2.5 സെന്റിമീറ്റർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഈസ് ടു വിഡ്ത്ത് റേഷ്യോ എന്ന് പറയുമ്പോൾ 4:2 അല്ലേ. 4:2 എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ ഏതാ ഇതില്? 2 ആണ് കോമൺ ഫാക്ടർ. അപ്പൊ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2:1 നമുക്ക് കിട്ടും. ഓക്കെ, then coming to the next side, length is equal to 5, width is equal to 2.5. അപ്പൊ ലെങ്ത് ഈസ് ടു വിഡ്ത്ത് എന്ന് എഴുതുമ്പോ എന്താ നമുക്ക് കിട്ടുക? ലെങ്ത് ഈസ് ടു വിഡ്ത്ത് അല്ലേ. അങ്ങനെ എഴുതുമ്പോൾ ഇതിൽ ലെങ്ത് എത്രയാണ്? 5 ഈസ് ടു 2.5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടുക? 2:1 എന്ന് കിട്ടും. ഓക്കെ, 2:1. 2 അല്ലേ, 2.5 കാരണം 2.5 into 2 ആണ് 5. അപ്പൊ 2.5:1. ഇനി അടുത്ത ഏതാ? 6ഉം 3 ആണ് അല്ലെ. ലെങ്ത് ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? 6 സെന്റിമീറ്റർ ആൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു എത്രയാ? 3 സെന്റിമീറ്റർ. സോ ലെങ്ത് വിഡ്ത്ത് റേഷ്യോ എന്ന് പറയുമ്പോൾ 6:3. That is equal to 3:1. 6:3 പറയുമ്പോൾ 3:1. In all this the length is twice the width അല്ലെ. ഇതിലെല്ലാം നോക്കുകയാണെങ്കിൽ എന്താണ്? ലെങ്ത്തിന്റെ ട്വൈസ് ആണ് അല്ല, ലെങ്ത് വിഡ്ത്തിന്റെ ട്വൈസ് ആണ് എന്താ? ലെങ്ത്. വിഡ്ത്തിന്റെ ട്വൈസ് ആണ് ലെങ്ത്. So they are in the ratio 1:2. In writing we short from that is 1:2 അല്ലെങ്കിൽ 1:2 എന്ന് എഴുതാം അല്ലേ. Now all the rectangles width and length and width അല്ല, width and length ആണ്. ഓക്കെ, നമ്മുടെ ഇത് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ആണ്, ഇതിൽ width and length. The rectangle of width 1 centimeter and length 2 centimeter. The length is twice the width അല്ലേ. ലെങ്ത് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ വിഡ്ത്തിനെ കാട്ടി ട്വൈസ് ആണ് എന്ത്? 2 ഇരട്ടിയാണ് എന്ത്? ലെങ്ത്. rectangle of width 1 meter and length 2 meter also we have the same relation. 1 മീറ്ററും 2 മീറ്ററിലൊക്കെ നമുക്ക് ഇതേ റിലേഷൻ തന്നെയാണ് കാണുന്നത്. So in both these rectangles width and length are in the ratio 1:2. അപ്പൊ അവർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. We can state this in reverse. In all these rectangles length and width are in the ratio 2:1. Okay, what is the length to width to length ratio of the rectangle below? width to length ratio ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇതിൽ width എത്രയാണ്? 2 സെന്റിമീറ്റർ. ലെങ്ത് എടുക്കുകയാണെങ്കിലോ ലെങ്ത് ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്റർ. അപ്പൊ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ 6 സെന്റിമീറ്റർ. അപ്പൊ ലെങ്ത് ടു വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ എന്ന് പറയുമ്പോൾ W:L. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? 2:6 is equal to 1:3. ഓക്കെ, ഇനി and what about this rectangle? ഈ റെക്ടാംഗിൾ എടുക്കുകയാണെങ്കിലോ വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ എന്ന് പറയുമ്പോൾ 1.5 വിഡ്ത്തും
Length എത്രയാ? Length is equal to 4.5. 4.5. Okay. 4.5. അപ്പോൾ ഇത് ഏതാ ഡിവിസിബിൾ ഏതാ? 3യിൽ ഡിവിസിബിൾ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 1:3 എന്ന് എഴുതാം. 1:3. പോയിന്റ് മാറ്റി കഴിഞ്ഞാൽ 1:3. 15 into 3 ആണ് എന്ത്? 45. In both the length is 3 times the width. So what is the ratio of the width to length? അല്ലേ, width to length ratio എന്ന് പറയുന്നത് 1:3 ആണ് നമുക്ക് കിട്ടിയത്. 1:3. What is if the width is 2 cm and length 1 cm? അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? width to length എന്ന് പറയുമ്പോൾ width is to length എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക 2:1. 2:1. Okay. 1 meter means 100 centimeter. So in a rectangle, the ratio width to length to 1:50. Okay. Look at the rectangles. 4 meter, 4 centimeter, 6 centimeter, 1 centimeter, 1.5 centimeter. അപ്പോൾ നമ്മൾ width to length എന്ന് എടുക്കുമ്പോൾ width എന്ന് പറയുന്നത് 4 centimeter, length എന്ന് പറയുന്നത് എത്രയാ? Length എന്ന് പറയുന്നത് 6 centimeter. അങ്ങനെയാണെങ്കിൽ width is to length. Width is to length എന്ന് പറയുമ്പോൾ എന്താണ് കിട്ടുക? 4:6. 4:6. അങ്ങനെ പറയുമ്പോൾ എത്രയാ? 2:3. ഓക്കെ, 4:6 എന്ന് പറയുമ്പോൾ നമുക്ക് ലാസ്റ്റ് റേഷ്യോ കിട്ടുന്നത് 2:3. ഇനി ഇവിടെ എന്ന് പറയുന്നത് എത്രയാ? width is equal to 1 centimeter and length is equal to 1.5 centimeter. ഓക്കെ, സോ നമ്മളിപ്പോൾ കണക്കാക്കുകയാണെങ്കിൽ എത്രയാണ് കിട്ടുക? 1:1.5 centimeter അല്ലേ? അതിന് ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ 1:1.5 എന്നാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇനി കമ്മിങ് ടു ദ നെക്സ്റ്റ് പേജ്. ഇഫ് ബോത്ത് ദ ലെങ്ത് ഈസ് 1.5 times the width. Length is 1.5 times the width. How do we say this in the ratio? We can say that 1 and 1/2, but usually we avoid fractions. അല്ലേ? Fractions നമ്മൾ അവോയ്ഡ് ചെയ്യും. എന്നിട്ട് we take the width as 2 centimeter. അപ്പോൾ what is 1.5 times 2 എന്ന് പറയുമ്പോൾ 3/2 അല്ലേ? ഇവിടെ 3 centimeter, ഇവിടെ 2 centimeter. 1.5 times 2 എന്ന് പറഞ്ഞാൽ 3/2 അല്ലേ? 1.5 times 2 എന്ന് പറയുമ്പോൾ into 2, that is equal to 3. Okay. Then 2:3. Can't we say that the ratio is 4:6? 4:6 നമ്മൾ 2:3 എന്നും പറയാം അല്ലേ? Nothing wrong it, but usually ratio is stated using the least possible. അപ്പോൾ ratios എന്ന് മെയിൻലി നമ്മൾ പറയുക ലീസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ, ഒരു നമ്പേഴ്സിനെയാണ് നമ്മൾ റേഷ്യോയുടെ മോഡലിലേക്ക് റെപ്രസെന്റ് ചെയ്യുക അല്ലേ? If the width is 1 centimeter and the length is 2.5 centimeters, but if the width is 2 centimeters, length would be 5 centimeters. Okay, length would be 5 centimeters. പിന്നെന്താണുള്ളത്? Then we said that the width and the length in the ratio, അല്ലേ? ഒരു തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2.5 centimeters. Okay. 2.5 centimeters if the width is 2 centimeter. Width and length are in the ratio 2:5. The length is 1.25 times the width. The width 1 centimeter, length എത്രയാണ്? 4 plus 1 5/4 centimeter. Width 2 centimeter ആകുമ്പോൾ ലെങ്ത് എത്രയാ? 2 1/4 എന്ന് പറയുന്നത് 2 into 2 4, 4 plus 1 5/2. Okay, still we haven't got rid of fractions. Now width is 4 centimeter. What would be the length? Such rectangles, the width and length എന്ത് റേഷ്യോയിലായിരിക്കും? 4:5 റേഷ്യോയിലായിരിക്കും width and length. Okay. ഇനി നമ്മൾ ടേബിൾ ആണ് ഇവിടെ കാണുന്നത് അല്ലേ? അത് ഫില്ല് ചെയ്യാം. What is the width and length is given അല്ലേ? width എത്രയാ? 3 centimeter, length 9 centimeter. So what we have to find out? Look at this. If the length is 3 times the width, the reverse, the length is 1/3 of the width. അപ്പോൾ ആദ്യം 3 centimeter 9 centimeter. Okay. അപ്പോൾ ഇതിൽ കോമൺ ഫാക്ടർ ഏതാ? 3യും 9ലും 3 ആണ് കോമൺ ഫാക്ടർ. അപ്പോൾ നമ്മൾ 3:9 എഴുതുകയാണ്. 3
ഈസ് ടു 9 എന്ന് എഴുതി. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തും? ഇത് രണ്ടും ഡിവിസിബിൾ ബൈ 3 ആണ്. സോ 1:3 ആണ് നമുക്ക് റേഷ്യോ ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ റേഷ്യോ എന്നുള്ളതിൽ ഒരു കോളം വെക്കുക. റേഷ്യോ. സോ വാട്ട് വി ഗോട്ട് ആസ് ഹിയർ റേഷ്യോ വിഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് 1:3. ഇനി നെക്സ്റ്റ് 6ഉം 18ഉം. 6ഉം 18ഉം കോമൺ ആയിട്ടുള്ളത് എന്താണ്? 6 എടുക്കുക അല്ലേ? 6ഉം 18ഉം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 6 എടുക്കുകയാണെങ്കിൽ 1:3 അല്ലേ? 1:3 കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? 1 മീറ്റർ 3 മീറ്റർ. അത് എത്രയാ? വേറെ ഷോർട്ട് ചെയ്യാനില്ല. 1:3. ദെൻ ഹാഫ് മീറ്റർ 1.5 മീറ്റർ. ഹാഫ് മീറ്റർ എന്ന് പറയുമ്പോൾ 1/2 ഈസ് ടു 1.5 പറയുമ്പോൾ 3/2. ഓക്കെ, അപ്പോൾ രണ്ടിനെയും മണ്ണാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1/2 ഇൻറ്റു ബൈ 1/2 എന്നാ വരിക. ബൈ 1/2 വരുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2/1. ഓക്കെ, 2/1. അപ്പോൾ ഇത് രണ്ട് ക്യാൻസൽ ആയിട്ട് നമുക്ക് 1 എന്നുള്ള ഒരു നമ്പറാണ് കിട്ടുക. 1:2. ഇനി അടുത്തത് എന്താ? 3/2. 3/2നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2/1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ഡിവൈഡഡ് ബൈ 1/2 എന്ന് എഴുതുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷനിൽ വരുമ്പോൾ എന്താവും? 2/1 എന്നാവും. ഓക്കെ, 2/1. 2/1 എന്നാവും. ഓക്കെ, ഇത് ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആവും. 3ഉം 3ഉം ഈസ് ടു 3. സോ 1:3. ഇനി അടുത്ത് 1/2 m മീറ്റർ ആൻഡ് 4 1/2 മീറ്റർ. 1/2 മീറ്റർ എന്ന് പറയുന്നത് എത്രയാ? 2 × 1 2 + 1 3 3/2. അപ്പോൾ ഇത് 3/2. ഓക്കെ, ഇവിടെ ആണെങ്കിലോ 4 × 2 8 + 1 9/2. ഇവിടെ എത്രയാ? 9/2. അപ്പോൾ ഇതിന് കോമൺ ആയിട്ടുള്ളത് 3/2 ആണ്. ഓക്കെ, ഈ 3/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താ കിട്ടുക? 3/2 മൾട്ടിപ്ലൈഡ് ബൈ 2/3. 2/3. അപ്പോൾ അത് 1 ആവും. ഈസ് ടു 9/2 ഇൻറ്റു 2/3. അപ്പോൾ എത്രയാണ് കിട്ടുക? ഇത് 1 കിട്ടും. 1:9/2 2/3 പറയുമ്പോൾ 2 2 കട്ട് ചെയ്യും. 9/3 എന്ന് പറയുന്നത് 3. 1:3 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ കിട്ടണം നമുക്ക്? 1:3. ഇനി അടുത്തത്, ഇൻ ഓൾ ദീസ് 3 ടൈംസ് ദ വിഡ്ത്ത് ഓർ ദ റിവേഴ്സ് ഇസ് ദ ലെങ്ത് 1/3 ഓഫ് ദ വിഡ്ത്ത്. എല്ലാത്തിലും നമുക്ക് 1/3 എന്ന ആൻസർ ആണ് നമുക്ക് ലഭിച്ചത് അല്ലേ? The ratio, the terms of ratio we say width and length are in the ratio 1:3 and the width are in the ratio 3:1 അല്ലേ? 1:3 or 3:1 എന്ന് നമ്മൾ പറയും. ഇനി നെക്സ്റ്റ് എന്താ? വിഡ്ത്ത് 8 സെന്റിമീറ്ററും ലെങ്ത് 10 സെന്റിമീറ്ററും. So what is the ratio? State the ratio of width to length using the least possible counting numbers. Width to length ratio എന്ന് പറയുമ്പോൾ 8:8 എത്രയാ? 10 അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ നമ്മൾ 2 ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക 4:5 കിട്ടും. 4:5. So here the ratio is 4:5. അതിന് ചെറുതാക്കാൻ പറ്റുമോ? ഇനി ഇല്ല അല്ലേ? Width 8 meter, length 8 meter. So what is by 2 ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 4:6 കിട്ടും. ഓക്കെ, 4:6. ഇനി അടുത്തത് ഏതാ? Width 20. Width 20 and length 1 meter. ഓക്കെ, width എത്രയാ? 20. ലെങ്ത് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞ 1 meter. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ 1 meter ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ എത്ര എഴുതണ്ടേ? 20:100 എന്ന് എഴുതും. അടുത്ത സ്റ്റെപ്പിൽ 1:5 എന്ന് എഴുതും. സോ അവർ റേഷ്യോ ഈസ് 1:5. ഇനി അടുത്തത് 40 സെന്റിമീറ്റർ, ലെങ്ത് 1 meter. അപ്പോൾ ഇവിടെ 40, 1 meter എത്രയാ? 100 സെന്റിമീറ്റർ. 100 ഇവിടെ എത്ര എഴുതുക നമ്മൾ? ബൈ 4 ആവുമ്പോൾ ബൈ 5 ചെയ്യാം അല്ലേ? 5 ആവുമ്പോൾ എത്രയാ? 8.
8 is to 5 ആവുമ്പോൾ എത്രയാ വരിക 20. 8 is to 20. Again with 4 2 is to 5. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് 2 is to 5. Okay, length 1.5 centimeter and length 2 centimeter. 1.2 and 2 centimeter. അപ്പോൾ 1 രണ്ടിനെയും നമ്മൾ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1.5 into 2 is to 2 centimeter. That is 2 into 4. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എഴുതുക എന്താ 3 is to into 2 ആണ് ചെയ്തത് അല്ലേ 3 is to 4. Okay, here the ratio is 3 is to 4. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് എന്ത് തന്നെയാണ് 3 is to 4 ആണ് ഇത്. Coming to the next page, in the table below, 2 of the width and length of the ratio of some rectangles are given. Calculate the third and fill up the table. അപ്പോൾ 2 ആണ് തന്നിട്ടുണ്ട് അല്ലേ ലെങ്ത് വിഡ്ത്ത് ഒക്കെ ചിലതിൻ്റെയൊക്കെ അത് നമുക്ക് എന്ത് ചെയ്യണം ഏത് ടേബിളാണ് മിസ്സിങ് അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ 6ഉം 8ഉം ആണ് തന്നിരിക്കുന്നത്. അതിന് കോമൺ ആയിട്ടുള്ളത് ഏതാ 6ഉം 8ലും 2 ആണ്. അപ്പോൾ 3 is to 4 ആ കിട്ടുക അല്ലേ. സോ വാട്ട് ബി 3 is to 4. മനസ്സിലായോ 6 divided by 2 3 8 divided by 2 4. ഇനിയിപ്പോൾ ഇവിടെ റേഷ്യോ എന്താ തന്നിരിക്കുന്നത് 3 is to 4 ആണ് തന്നിരിക്കുന്നത് അല്ലേ റേഷ്യോ. അപ്പോൾ ഇവിടെ 3 തന്നിട്ടുണ്ട് ഇവിടെ 3 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഹിയർ വിൽ ബി 4 കാരണം ഒരു ചേഞ്ചും ഇല്ല 3 അതേപടി എടുത്ത് എഴുതിയിരിക്കുകയാണ്. ഹിയർ ഇറ്റ് ഈസ് 1 here it is 1 and the ratio is 3. So what will be the ratio here? അതായത് ഇവിടെ നമുക്ക് റേഷ്യോ എന്താണെന്നുണ്ട് 3 ഇവിടെ 3 കിട്ടണമെങ്കിൽ 1 into something is equal to 3. അപ്പോൾ 1 into 3 ആണ് 3. അപ്പോൾ അതുപോലെ ഇവിടെ എന്താ ചെയ്യേണ്ടത് സംതിങ് is a ratio 4 അല്ലേ. അപ്പോൾ എന്തിൻ്റെ ഇൻറ്റു 4 ആണ് നമുക്ക് റേഷ്യോ 4 കിട്ടുക നമുക്കൊരു ഫ്രാക്ഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ അപ്പോൾ 4 divided by 3 ആയിട്ട് എടുക്കുക 4 divided by 3 അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക 4 എത്ര ടൈംസ് ഡിവിസിബിൾ 1 ടൈം ഡിവിസിബിൾ അല്ലേ 3 ഇവിടെ എന്താ കിട്ടുക 1. അപ്പോൾ 1 by 3. ഓക്കെ നമ്മളിവിടെ എന്ത് എഴുതണു 1 by 3 എന്ന് പറയുന്നത് എത്രയാ 2 by 3 അല്ല 1 by 3. 1 by 3 എന്ന് പറയുമ്പോൾ 3 into 1 3 plus 1 4 by 3. ഓക്കെ അപ്പോൾ ആ 4 by 3 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യും ഏതിലാണോ ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തത് അത് വെച്ചിട്ട് തന്നെയാണ് സെക്കൻഡ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4 by 3 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ ആ 3യും 3യും ക്യാൻസൽ ആവും നമുക്ക് കിട്ടുന്ന റേഷ്യോ എത്രയാ 4. മനസ്സിലായോ. ഇനി ഇവിടെ 3 കിട്ടണമെങ്കിൽ ഇവിടെ എന്താ കിട്ടുന്നുണ്ട് അതായത് നമുക്ക് രണ്ട് റേഷ്യോയും ഇത് സെക്കൻഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 ആണ് ഇവിടെ കിട്ടുന്നത് അല്ലേ. അപ്പോൾ 4 by 4 ആണ് നമുക്ക് 1 കിട്ടുക അല്ലെങ്കിൽ 1 into 4 ആണ് 1 കിട്ടുക. അപ്പോൾ ഇവിടെയും 4 വെച്ചിട്ട് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടണമെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ നമ്പർ ഇറ്റ് ഈസ് 3 by 4 അല്ലേ 3 by 4 മനസ്സിലായോ 3 by 4 into 4 3 by 4 ആണ് ഇവിടെ നമുക്ക് കിട്ടുക. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഇവിടെ 4 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് മനസ്സിലായത് കാരണം ഇവിടെ 1 ആണ് അല്ലേ. അപ്പോൾ 4 by 4 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക 1 കിട്ടുക. ഇവിടെ 1 ആണെങ്കിൽ എന്താണ് 1 into 4 ആണ് 4. ഓക്കെ 1 into 4 റേഷ്യോ ഇവിടെ 4 എഴുതി ഇവിടെ 3 ആണ് റേഷ്യോ എഴുതിയിരിക്കുന്നത്. ഇവിടെ 3 എഴുതുകയാണെങ്കിൽ എന്ത് കിട്ടണം 3 by 4 ഇവിടെ ഇൻറ്റു 4. ഓക്കെ അപ്പോൾ ഈ 4ഉം 4ഉം എന്ത് ചെയ്യും ക്യാൻസൽ ചെയ്യും. ഓക്കെ 3 by 4 ഇൻറ്റു 4 ചെയ്യും. അപ്പോൾ ഈ 4ഉം 4ഉം ക്യാൻസൽ ആയിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണു മൾട്ടിപ്ലൈഡ് ബൈ 4 ചെയ്തു. ആ 4 ആണ് നമുക്ക് ഇവിടെ ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ എഴുതിയിരിക്കണം 4 എന്നുള്ളത്. ഇത് 3 by 4 ഇൻറ്റു 4 ചെയ്യുമ്പോൾ ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ആയിട്ട് നമുക്ക് 3 എന്ന് ലഭിക്കും. ഓക്കെ ഇനി അടുത്തത് എന്താ
അടുത്തത് 6 ഉം 15 ഉം 6 ഉം 15 ഉം നമുക്ക് എങ്ങനെ ചെറുതാക്കുക? 3 ഡിവിസിബിൾ ആണ് അല്ലേ? 6 എന്ന് പറയുമ്പോൾ 2 ടൈംസ്, ഇതാവുമ്പോൾ 5 ടൈംസ്. അപ്പോൾ ഇവിടെ എന്താ എഴുതുക? 2:5. മനസ്സിലായോ? 3 വെച്ചിട്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 3 പറയുമ്പോൾ 6 ഡിവൈഡഡ് ബൈ 3 2, 15 ഡിവൈഡഡ് ബൈ 3 5. ഇനി ഇവിടെ 2 ഉം 5 ആണ് കിട്ടിയത് അല്ലേ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 2 and 5 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ 2 എഴുതിയിട്ടുണ്ട്. 5 ആവുമ്പോഴോ 5 തന്നെ. ഓക്കെ, കാരണം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. 2 അതുപോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 5 തന്നെ തന്നെയായിരിക്കും, അതുപോലെ എഴുതും. ഇനി ഇവിടെ എന്താ? 1 ആണ്. അപ്പോൾ 2/2 ആണ്. എന്താണ് ഇവിടെ? 1 ആണ് നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പോൾ 1 into what? 1 into 2 ആണ് നമുക്ക് ഇവിടെ 2 കിട്ടിയത്. അപ്പോൾ ഇവിടെ 5 കിട്ടണമെങ്കിൽ എന്ത് into 2 ചെയ്യണം? 2.5 into 2 ആണ് 5 കിട്ടുക. 1 into 2 2 ഉം 2.5 into 2 5 കിട്ടും അല്ലേ? ഇവിടെ എത്രയാ വരിക? ഇവിടെ 1 ആണ് കിട്ടിയത്. അപ്പോൾ 5 അല്ലേ? 5 divided by 2 ചെയ്യാം. 2/5. ഓക്കെ, 1 into 5 5. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? 2/5 into 5. ഏത് വെച്ചിട്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുക അത് 2 വെച്ചിട്ട് തന്നെയാണ് ബോത്ത് സൈഡ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 2/5 into 5 ചെയ്യുമ്പോൾ ഈ 5ഉം 5ഉം ക്യാൻസൽ ആയി പോകും. ബാക്കി 2 ഉള്ളത്. ആ 2 ആണ് ഇവിടെ എഴുതിയത്. ഏത് വെച്ചാണോ മൾട്ടിപ്ലൈ ചെയ്യുക അത് വെച്ചിട്ട് തന്നെയാണ് 2 കോളത്തിലും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, there are 2 ropes. The shorter 1/3 meter long. അപ്പോൾ ചെറുത് എത്രയാണ്? 1/3 meter long ആണ് അല്ലേ? Long and the longer one 1/2 meter, half meter long. What is the ratio of their length? Ratio of their length means 1/3 is to 1/2. Okay, we can do this in different ways. 1/3 is 1/2. അപ്പോൾ 1/2 divided by 1/3 എന്ന് പറയുമ്പോൾ എന്താണ്? ഈ 3 മുകളിലേക്ക് വരും അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 3 മുകളിലേക്ക് വരും. അപ്പോൾ 3/2 എന്നാണ് കിട്ടുക. So the length of the longer rope എന്ന് പറയുന്നത് 3/2 times that of shorter. Okay, that is എത്ര? ഈ 3/2 നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടുക? 1/2. 2 into 1 2 plus 1 3 3/2. The length of the shorter rope taken is 1 and the length of the longer. ചെറുത് 1 ആണെങ്കിൽ longer one എത്രയാണ്? 1/2. 1/2 പറയുമ്പോൾ 2 into 1 2 plus 1 3/2. Okay, if 2 then 3. So the length of the shorter and the longer rope, they are in the ratio. Shorter longer rope in the ratio 2:3. We can also think in another manner, that is as in the case of the width and length of rectangles. We can imagine the length to be stretched by the same factor and the ratio won't change. Suppose we double the length of each piece of rope. അപ്പോൾ ഓരോ റോപ്പിൻ്റെയും പീസുകൾ നമ്മൾ ഡബിൾ ആക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? Length of the shorter പറയുന്നത് 2/3 and that of the longer പറയുന്നത് എത്രയാ? 1 meter. This doesn't remove fractions. Okay, shorter 2/3 ഉം longer 1 meter. But what factor should we stretch to get off the fractions? That is 6 times 1/3 എന്ന് പറയുന്നത് എത്രയാ? 6 into 1/3 2. 6 times 1/2 പറയുമ്പോൾ 6 ഉം 1/2 പറയുമ്പോൾ 2 ഉം 6 ഉം കട്ട് ചെയ്തു പോകും 3 times. Okay, shorter is now 2 meters, longer എത്രയാ? 3 meters. Shorter 2 meters ഉം longer 3 meters ഉം. Okay, 2:3. 1/3 എന്ന് പറയുന്നത് എത്രയാ? 2/6. 2 ഉം 6 ഉം ക്യാൻസൽ ആവും 1/3. We can think of the shorter rope. It is made up of 2 pieces of 1/6 meters each and longer one has 3 of the same 1/6 meters. In this way also we can calculate the ratio. എങ്ങനെ calculate ചെയ്യുക? 2 to 3 എന്നുള്ളത് calculate ചെയ്യുക. Okay. To fill a larger can, we need 3/4 of the bottle. വലിയ can fill ചെയ്യണമെങ്കിൽ 3 bottle ആവശ്യമുണ്ട് അല്ലേ? What is the ratio of the volume of the smaller one to the larger one? അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതുക? 1/2 എന്നുള്ളതിൻ്റെ ഏതിൻ്റെ ഷോർട്ട് ഫോം ആണ്? 2/4 എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് 1/2. ഓക്കെ, സോ ഇഫ് we pour 1/4 of the bottle 2 times, അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 1/4 എന്നുള്ളത് 2 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഹാഫ് കിട്ടുക. ഓക്കെ, 1/4 of the bottle should be poured 3 times.
3 ആകുമ്പോൾ എത്രയാണ് 3/4. So the volume of the smaller and larger in the ratio 2:3. Okay. 1/4 2 times add ചെയ്യുമ്പോൾ നമുക്ക് 1/2 എന്ന് കിട്ടും. അതുപോലെ 1/4 3 times add ചെയ്താൽ 3/4. Another problem, Raju has 200 rupees with him and Rahim എത്രയാ 300 rupees. So the ratio is 2:3. Ratio of the money Raju and Rahim have both to have the amounts അല്ലെ രണ്ടുപേർക്ക് എന്തിന്റെ ഏത് തരത്തിലുള്ള എമൗണ്ട് ആണ് 100 റുപ്പീസിന്റെ എമൗണ്ട്സ് ആണ് രണ്ടുപേർക്കുള്ളത്. രാജുവിന് 2 നോട്ട്സും ഉണ്ട്, റഹീമിനാണെങ്കിൽ 3 നോട്ട്സും ഉണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള റേഷ്യോ എന്താണ് 2:3. ലെറ്റ്സ് ചേഞ്ച് ദ പ്രോബ്ലം സ്ലൈറ്റ്ലി ആൻഡ് സപ്പോസ് രാജു എത്രയാണ് 250യും റഹീമിന് 350യും. അപ്പോൾ എത്രയാ 5:7. ഓക്കെ 50 റുപ്പീസിനാണെങ്കിൽ 5:7. If the amounts are 225 and 325, ഇപ്പോൾ 25യുടെ കണക്കാക്കുകയാണെങ്കിൽ എത്രയാ രാജു ഹാസ് 225 ഡിവൈഡഡ് ബൈ 25 എന്ന് പറയുമ്പോൾ 9 ടൈംസ് 25 into 9 ആണ് 225. 25 into 13 ആണ് എത്രയാ 325. ഓക്കെ സോ ദ റേഷ്യോ ഈസ് 9:13. മനസ്സിലായ സിംപ്ലിഫൈഡ് ഫോം ഏറ്റവും ചെറിയ ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം നമ്മളത് ചെയ്യാൻ. Now look at one more problem in a class. There are 25 girls and 20 boys. അപ്പോൾ അവരുടെ റേഷ്യോ എന്താണ് ഈ 25-20 പറയുന്നത് 5ന്റെ ഫാക്ടർ ആണ് അല്ലെ 5 into 5 ആണ് 25, 5 into 4 ആണ് 20. So 5:4. In this way we can calculate the required ratios and write the using the least possible counting numbers in the problems. Of two pencils, the shorter of length 6 centimeters and longer അല്ലെ length of the short pencil പറയുമ്പോൾ 6 centimeter, length of the longer pencil 9 centimeter. What is the ratio of the length of shorter to longer എന്ന് പറയുമ്പോൾ ഷോർട്ടർ ഏതാണ് 6 അല്ലെ ലോങ്ങർ എന്ന് പറയുന്നത് 9. അപ്പോൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2:3. Okay, in a school there are 120 boys and 140 girls. What is the ratio of the number of boys to the number of girls? ഒരു സ്കൂളിൽ 120 ബോയ്സും 140 ഗേൾസും ഉണ്ട്. അപ്പോൾ റേഷ്യോ ടു ദ ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറയുമ്പോൾ എത്രയാണ് ആദ്യം നമ്മൾ എന്താ എഴുതണ്ടേ 120 എഴുതുക. ബോയ്സ് ആണ് 120, ബോയ്സ് 2 ഗേൾസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 120:140 അല്ലേ. ഇതിനെ നമ്മൾ 10 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും 12:14 എന്ന് കിട്ടും. എഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 6:7. ഫർദർ നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ റേഷ്യോ എത്രയാണ് 6:7. Okay, 96 women and 144 men attended a meeting. Calculate the ratio of women to the men. അപ്പോൾ വിമൺ എത്രയാ 96, മെൻ ആണെങ്കിലോ 144 അല്ലേ 144. അപ്പോൾ നമ്മൾ ഇതിനെ ഷോർട്ട് ചെയ്യാൻ പോവാണ്. എത്ര വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ 96 women 144 men എടുത്തു അല്ലേ. അപ്പോൾ അത് ചെറുതാക്കുകയാണ്. ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 48ഉം 72 കിട്ടും. പിന്നെ നമ്മളൊരു 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1ഉം 12ഉം ഇവിടെ 18ഉം കിട്ടും. പിന്നെ ഒരു 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ് അല്ലേ. 3 വെച്ചാകുമ്പോൾ 4ഉം 6ഉം എഗെയിൻ ഡിവൈഡ് ചെയ്യുമ്പോൾ 2:3. അപ്പോൾ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ് ഏറ്റവും ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത് when the sides of the rectangle are measured using a string, width എത്രയാണ് 1/4. ഓക്കെ width is 1/4ഉം length എത്രയാ width is equal to 1/4 and length എടുക്കുകയാണെങ്കിൽ length is equal to 1/3. 1/3. What is the ratio of the width to length എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് 1/4 into 1/3. ഓക്കെ 1/4 into 1/3. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക ഇവിടെ 1/4 ഇവിടെ 1/3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 12 into 1/4 is to 12 into 1/3. അപ്പോൾ അത് ചെയ്യുമ്പോൾ 4ഉം 12ഉം എത്ര ടൈംസ് ആണ് 3 ടൈംസ് 3:12ഉം 3 എത്ര ടൈംസ് ആ 4 3:4 എന്ന റേഷ്യോ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത് 3:4 എന്ന് എഴുതാം. ഓക്കെ to fill a larger bottle 3.5 glasses of water are needed and to fill a smaller bottle 2.5 glasses are needed.
What is the ratio of the volume of the large and small? Larger bottle പറയുമ്പോൾ 3.5 എന്ന് പറയുന്നത് എത്രയാ? 3 1/2. That is equal to 3 into 2 6. 6 plus 1 7. 7/2. Next ഏതാ? 2 1/4. 2 1/4. 4 into 2 8. 8 plus 1 9. 9/2. 9/2. അപ്പോൾ എത്രയാ? 9/2 എന്ന് കിട്ടി. 9/2 അല്ല, 9/4. 9/4. അപ്പോൾ ഇനി 7/2 ഇൻറ്റു 7/2 ഇൻറ്റു 9/4 ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? 4 into 2 8. അപ്പോൾ 8 ഇൻറ്റു 7/2. 8 into 7/2 ചെയ്യും. പിന്നെ ഏതാ? ഈസ് ടു 9/2 ഇൻറ്റു 9/2 ഇൻറ്റു എന്താ മൾട്ടിപ്ലൈ ചെയ്യുക? 8. ഓക്കെ, കാരണം 4 into 2 ആണ് 8 കിട്ടിയത്. അപ്പോൾ ഇൻറ്റു 8. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ 2ഉം ഈ 4ഉം പോവും 4 ടൈംസ്. ഈ 2ഉം 8ഉം പോവും എത്രയാ? 4 ടൈംസ്. അപ്പോൾ 28:36 എന്ന് കിട്ടും. 28:36 എന്ന് കിട്ടും. അതിനെ ഷോർട്ട് ചെയ്യുമ്പോൾ 7 into 4 28. അപ്പോൾ ഇവിടെ 7:9 എന്ന് കിട്ടും. 7:9 എന്ന് കിട്ടും നമുക്ക് റേഷ്യോ. ഓക്കെ, ഇത് 14ഉം 18ഉം ആവും. അപ്പോൾ 7:9. So what is the ratio here? 7:9. ഈ റേഷ്യോ ടു മിക്സ്ചേഴ്സ്. ടു മേക്ക് ഇഡ്ലീസ് അമ്മൂസ് മദർ ഗ്രൈൻഡ് 2 cups of. അപ്പോൾ ഇതും റേഷ്യോന്റെ ആസ്പദമാക്കിയിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, 2 cup of റൈസും എത്രയാ? 1 cup ഉഴുന്നും, ഉറുദാൾ. ഓക്കെ, വെൻ ഷീ എക്സ്പെക്ടഡ് സം ഗസ്റ്റ് ദ നെക്സ്റ്റ് ഡേ ഷീ ടുക്ക് 4 cups of rice. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് 2 എത്രയാ എടുത്തത്? 4 cups of റൈസ് എടുത്തത്. ഹൗ മെനി cups of ഉറാദ് should she take? അപ്പോൾ 2ന് 1 ആവുമ്പോൾ 4ന് എത്ര എടുക്കണം? 2 എടുക്കണം അല്ലേ? കൺസിസ്റ്റൻസി വേണം. And taste and the amount of urad must be half the amount of rice. So for 4 cup of rice there should be 2 cup of urad. 2:1 ആണ് അതിന്റെ റേഷ്യോ. മനസ്സിലായോ? Another problem mixing to paint the walls of Abu home. First 25 liters of green and 20 liters of white were mixed up. When this was not enough, 25 20 ആണ് അത് എടുത്തത്. അപ്പോൾ എത്ര എടുത്തു? 15 liters of green was taken. How much white should be added? അപ്പോൾ 25 എടുത്തപ്പോൾ 20 അല്ലേ? 15 എടുത്തപ്പോൾ എത്ര ആഡ് ചെയ്യണം? 10 ആണ് ആഡ് ചെയ്യേണ്ടത്. 10 ലിറ്റർ. To get the final color, the ratio of green and white should not change. In what ratio was green and white first mixed? First mixed പറയുമ്പോൾ 5:4. That is 5 liters of green and 4 liters of white. To maintain the same ratio of 15 liters of green, how many liters of white should be take? How many times 5 is 15 എന്ന് പറയുമ്പോൾ എത്രയാ? 1:3. 3 times 4 liters of white should be mixed. That is 12 liters. To get the same shade of green, how many liters of green should be mixed with 16 liters of white? 3 times 4 liters of white. 3 times 4 liters of white should be mixed. 12 liters. Green. How many liters of green should be mixed with 16 liters of white? 12 liters. Now try this problem. 6 cup of rice, 2 cup of urad should be taken to make doshas. How many cup of urad should be taken with 9 cups of rice? അപ്പോൾ 6 cups ആവുമ്പോൾ എത്രയാണ്? 2 ആണ് അല്ലേ? 2 urad ആണ്. Then 9 ആവുമ്പോൾ എത്രയാ? 2 ആവുമ്പോഴാണ് 6. 9 ആവുമ്പോൾ 3. ഓക്കെ, സോ റേഷ്യോ എന്ന് പറയുന്നത് 9:3. 9:3. To set the walls of Nisar house, cement and sand were used in the ratio 1:5. അപ്പോൾ സിമെന്റും സാൻഡും in the ratio
to set the walls of Nisar house. അതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? സിമെന്റ് ആൻഡ് സാൻഡ് ഇൻ ദ റേഷ്യോ എന്ന് പറയുന്നത് 1:5. അപ്പോൾ ഇവിടെ എന്താ എഴുതുക നമ്മൾ? 1:5 എന്ന് പറയുന്നത് എന്താണ്? He bought 45 sacks of cement. How many sacks of sand should he buy? അപ്പോൾ സിമെന്റിന്റെ കണക്ക് മാത്രം തന്നിട്ടുണ്ട് എത്ര? 45 ചാക്ക് എന്നുള്ളത്. പിന്നെ എന്താ നമുക്ക് വേണ്ടത്? മണ്ണാണ് വേണ്ടത് അല്ലേ? മണല്. അപ്പൊ ഇനി അത് എത്രയാണ് വേണ്ടത്? അപ്പൊ അത് അറിയില്ല. അപ്പൊ എക്സ് എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യാ? എക്സിനെ മാത്രം ഈ ഭാഗത്ത് വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പിൽ എക്സ് ഈക്വൽ ടു എന്നുള്ളത് കൊടുത്തിട്ട് 45 ഈ 1/, ഇനി വേറെ ഒന്നായിട്ട് എഴുതാം. എന്താ? 1/5 എന്ന് പറയുന്നതാണ് എന്ത്? 45/x. ഓക്കെ, 45/x. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ അപ്പൊ താഴെ എക്സ് ആണ് അല്ലെ? ഈ 45/x മുകളിലേക്ക് പോകുമ്പോ x ഈക്വൽ ടു 5 ഇൻറ്റു 45 എന്ന് വരും. ഓക്കെ, ഫൈവ് എക്സ്. ഓക്കെ, 5ഉം എക്സും. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1/5ഉം 45/x. അപ്പൊ ഈ എക്സ് അല്ലെ, ഈ എക്സ് ഇങ്ങോട്ട് പോവും. 5 ഇൻറ്റു 45. അപ്പൊ എക്സ് ഈക്വൽ ടു 5 ഇൻറ്റു 45 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? 225 അല്ലെ? 45 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 5 25. 5 2 5 ഇൻറ്റു 4 20 22. അപ്പൊ 225 കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ എഴുതേണ്ടത് നമുക്ക്? 225 എന്ന് കിട്ടും. ഇനി അടുത്തത് എന്താ? ഷുഡ് ഹി ബൈ എന്ന് പറയുമ്പോൾ എത്രയാ? 225 സാക്സ്. SACKS. ഓക്കെ, 25 സാക്സ് എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതാം. To paint a house, 24 liters of paint was mixed with 3 liters of turpentine. How many liters of turpentine should be mixed with 32 liters of paint? അപ്പോൾ ഈ തന്നിരിക്കണം നമുക്ക് പ്രൊപ്പോർഷൻ ആയിട്ട് എഴുതാം. എന്താണ്? 24 ലിറ്റേഴ്സ് ആണ് ഏതുമായിട്ട് മിക്സ് ചെയ്തിരിക്കുന്നത്? 3 ലിറ്റർ ഓഫ് ടർപ്പൻറ്റൈൻ ആയിട്ട് അല്ലേ? 24 ലിറ്റർ പെയിന്റ്, 3 ലിറ്റർ ടർപ്പൻറ്റൈൻ. അപ്പോൾ അത് ഈസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത് നമ്മൾക്ക്? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ടർപ്പൻറ്റൈൻ ഈസ് മിക്സ്ഡ് വിത്ത് 32. അപ്പൊ 32 ലിറ്റർ ആണെങ്കിൽ എത്ര ലിറ്റർ ടർപ്പൻറ്റൈൻ വേണം? അതാണ് നമ്മൾക്ക് അറിയേണ്ടത്. അപ്പൊ എത്രയെന്നുള്ളത് എത്രയാ? എക്സ് എന്ന് കൊടുക്കുക അല്ലെ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് മാത്രം ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക അല്ലെ? 24/3. അടുത്ത സ്റ്റെപ്പിൽ എഴുതുക 24/3 ഈസ് ഈക്വൽ ടു എത്രയാ? 32/x. 32/x. അപ്പൊ ഈ 24/3 എന്ന് പറയുന്നത് എന്താണ്? 8 അല്ലെ? 8 ഈസ് ഈക്വൽ ടു 32/x. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ എക്സ് ഇങ്ങോട്ട് പോവും അല്ലെ? 8ന്റെ കൂടെ എക്സ് പോവും. എക്സ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടേക്ക് പോവും. അപ്പൊ 8x. ഓക്കെ, 8x ഈക്വൽ ടു 32 എന്ന് കിട്ടും. 8x ഈക്വൽ ടു 32 എന്ന് കിട്ടും. അപ്പൊ എക്സ് മാത്രം എടുക്കുകയാണെങ്കിൽ x ഈക്വൽ ടു 32/8 എന്ന് പറയുന്നത് എത്രയാ? 4. അപ്പൊ നമുക്ക് 4 ആണ് ഇവിടെ കിട്ടിയത് അല്ലെ? അപ്പൊ എത്ര ലിറ്റർ ഓഫ് ടർപ്പൻറ്റൈൻ എന്ന് പറയുമ്പോൾ എത്ര ലിറ്ററാ? 4 ലിറ്റർ ഓഫ് ടർപ്പൻറ്റൈൻ ആണ് വേണ്ടത്. 24ന് 3 ആണെങ്കിൽ 32ന് 4 ലിറ്റർ. ഓക്കെ, 4 ലിറ്റർ ഓഫ് ടർപ്പൻറ്റൈൻ. ഇൻ ദ ഫസ്റ്റ് വാർഡ് ഓഫ് പഞ്ചായത്ത് മെയിൽ ടു ഫീമെയിൽ റേഷ്യോ എത്രയാണ്? 10:11. ഓക്കെ, ദർ ആർ 311 വിമൻ. ഹൗ മെനി മെൻ ആർ ദർ? അപ്പൊ നമുക്ക് ആ റേഷ്യോ എഴുതാം. 10:11 എന്ന് പറയുന്നത് എന്ത് റേഷ്യോ ആണ്? മെയിൽ ടു ഫീമെയിൽ. അപ്പൊ ഇതിൽ മെയില് തന്നിട്ടില്ല. മെയിലാണ് 10, അത് തന്നിട്ടില്ല. അപ്പൊ മെയിൽ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കുക. ഫീമെയിൽ എന്ന് പറയുന്നത് 3311. ഹൗ മെനി മെൻ ആർ ദെയർ? ഫൈൻഡ് വാട്ട് ഈസ് ദ ടോട്ടൽ പോപ്പുലേഷൻ. എത്ര മെൻ ഉണ്ട് ആ ടോട്ടൽ പോപ്പുലേഷനും കാണണം അല്ലേ? അപ്പൊ നമുക്കിനി അത് ചെയ്യാം. 10 ഡിവൈഡഡ് ബൈ 11 അല്ലേ? ഡിവൈഡഡ് ബൈ 11 എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ദാറ്റ് ഈസ് ഈക്വൽ ടു
ഈക്വൽ ടു പറയണത് 3311 ബൈ എക്സ്. 3311 ബൈ എക്സ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് നമ്മൾ? 10 ബൈ എക്സ് എന്ന് പറയുന്നത് 331 ബൈ എക്സ്. ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 10x ഈസ് ഈക്വൽ ടു അല്ല എക്സ് ബൈ 3311 എന്നാണ്. മനസ്സിലായോ? എക്സ് ബൈ 3311 എന്നാണ് തരുന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 10 ബൈ 11 ഈസ് ഈക്വൽ ടു എക്സ് ബൈ 3311. ഓക്കെ, ടെൻ ബൈ 11 ഈക്വൽ ടു എക്സ് ബൈ 10 ബൈ 11 ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ 3311. ഇനി 3311 ഇൻറ്റു എക്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ? 11 എക്സും 3311 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു എത്ര? 11 എക്സ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കാണേണ്ടത് എന്താ? എക്സ് മാത്രമാണ് കാണേണ്ടത്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താ? 33110 അല്ലേ, ഡിവൈഡഡ് ബൈ 11. അപ്പൊ അങ്ങനെയാകുമ്പോ എത്രയാണ് കിട്ടുക നമുക്ക്? ഇവിടെ ചെയ്യാം. 33110 ഡിവൈഡഡ് ബൈ 11 എന്ന് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക നമുക്ക്? 11ൽ എത്ര ടൈംസാ? 3 ടൈംസ് 33 അല്ലേ? ഇനി എത്രയാ? 0. 1 ആവുമ്പോൾ 0. 11 ആവുമ്പോഴോ 1 ടൈംസ് 0. 3010. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ എത്രയാ? 30. എക്സ് എന്ന് പറയുന്നത് എത്രയാ? 3010 ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇവിടെ എഴുതാലോ. ഇവിടെ എന്താ എഴുതാം? 3010 എന്താണുള്ളത്? there are men അല്ലേ? men, ഇത്ര men ആണ് ഉള്ളത്. 3010 men. ഓക്കെ, men എന്ന് എഴുതാം. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ടോട്ടൽ പോപ്പുലേഷൻ. ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന പോപ്പുലേഷൻ എത്രയാ? 33110 ആണ് നമ്മുടെ പോപ്പുലേഷൻ. അത് മൈനസ് ഈ 3010 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുക? 63. ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ? 33110 മൈനസ് 3010 അങ്ങനെ ചെയ്യുമ്പോൾ എത്രയാ കിട്ടുന്നത്? 0 0 1 33110 3010 0 0 1 0 3. ടോട്ടൽ വരുമ്പോൾ അഡീഷൻ ആണ്. സോ 0 2 1 6 3 36120. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 36120. In a school, the number of female and male teachers are in the ratio 5:1. There are 6 male teachers. How many female teachers are there? അപ്പോൾ ഇതിലെന്താ? in a school, number of female and male teachers are in the ratio എന്ന് പറയുന്നത് 5:1 ആണ്. 5:1 എന്ന് പറയുന്നത് എന്താ? ഈക്വൽ ടു 5:1 എന്ന് പറയുന്നത് 6 മെയിൽ ടീച്ചർ, ഫീമെയിൽ ടു മെയിൽ ടീച്ചേഴ്സ് ആണ്. അപ്പൊ അതിൽ 6 മെയിൽ ടീച്ചേഴ്സ് എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ എക്സ് ആണ് എന്ത്? ഫീമെയിൽ ടീച്ചേഴ്സ്. കാരണം എക്സ് തന്നിട്ടില്ല. എക്സ് ഈസ് ടു 6. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിൽ എഴുതുക 5/1 ഈക്വൽ ടു എക്സ് ബൈ 6 അല്ലേ? അപ്പൊ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലാണ് എക്സ്, എക്സും 1ഉം മൾട്ടിപ്ലൈ ചെയ്യും, 6ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 എന്ന് പറയുന്നതാണ് എന്ത്? എക്സ്. അപ്പൊ 30 എന്താ ഉള്ളത്? ഫീമെയിൽസ് ആർ ദെയർ. 30 ഫീമെയിൽസ് ആണ് അവിടെ ഉള്ളത്. ഇവിടെ എന്താ എഴുതേണ്ടത് നമുക്ക്? 30 എന്ന്
എഴുതണം. ഓക്കെ, 30 ഫീമെയിൽ. ഇനി അടുത്തത് എന്താ? അലി ആൻഡ് അജയൻ സെറ്റപ്പ് എ ഷോപ്പ് ടുഗദർ അല്ലേ, രണ്ടുപേരും ഒരു കട ഉണ്ടാക്കി. അലി എത്ര ഇൻവെസ്റ്റ് ചെയ്തു? 5000 റുപ്പീസ്. അപ്പോൾ ഇവിടെ എഴുതേണ്ട എമൗണ്ട് എത്രയാ? 5000 റുപ്പീസ്. അലി ഇൻവെസ്റ്റഡ് എമൗണ്ട് ഓഫ് 5000 റുപ്പീസ്. പിന്നെ ആരാണ്? അജയൻ 3000 റുപ്പീസ്. അപ്പോൾ അജയൻ 3000 rupees. They divided the profit in the ratio investment. Ali got 2000 rupees. അപ്പോൾ they are in the ratio എന്ന് പറയുമ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 5000:2000. അപ്പോൾ ഈ 5000 എന്ന് പറയുന്നത് ആരാ? അലി ഇൻവെസ്റ്റ് ചെയ്താണ് 5000, അജയന് 3000. പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ അലിക്ക് എത്രയാണ് കിട്ടിയത്? 2000 അല്ലേ. ഹൗ മച്ച് അജയൻ ഗോട്ട് എത്രയാന്നുള്ളത് അറിയില്ല. അപ്പോൾ അലി ഗോട്ട് ദ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2000 എന്ന് എഴുതാം. ഈസ് ടു എക്സ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? 5/2. 5 ഡിവൈഡഡ് ബൈ എത്രയാ? 2 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/x. അല്ലെങ്കിൽ ഫുള്ളായിട്ട് എഴുതാം. 5000 ഇവിടെ എത്രയാ? 2000. 2000 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2000/x. 2000/x. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ ഒരു ലൈൻ, ഇവിടെ ഒരു ലൈൻ അല്ലേ. അപ്പോൾ 5000x ഈസ് ഈക്വൽ ടു 5000x ഈക്വൽ ടു എത്രയാ? 2000 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞ? 5/2. ഓക്കെ, 5/2 ഈസ് ഈക്വൽ ടു 2000/x. So therefore 5x is equal to 6000. Therefore x is equal to how much? 6000/2, that is 5 is equal to 12,000. 12,000 അല്ല, 1200. x equal to 1200. അപ്പോൾ ഇനി എന്താ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ടോട്ടൽ പ്രോഫിറ്റ്? ഹൗ മച്ച് അജയൻ ഗോട്ട് എന്ന് പറയുന്നത് 1200. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാ? രണ്ടുപേരുടെ കൂട്ടണം. അലിക്ക് കിട്ടിയത് 2000 റുപ്പീസും അജയന് കിട്ടിയത് 1200 റുപ്പീസും. അപ്പോൾ ഇത് രണ്ടും കൂടി ആവുമ്പോൾ എത്രയാണ്? 3200 റുപ്പീസ് ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 3200 റുപ്പീസ്. ഓക്കെ, 3200 റുപ്പീസ്. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ഡിവിഷൻ പ്രോബ്ലം ആണ്. വി ഹാവ് സീൻ ദാറ്റ് മേക്കിംഗ് ഇഡ്ലീസ് റൈസ് ആൻഡ് ഉറാദ് ആർ ടു ബി ടേക്കൺ ഇൻ ദ റേഷ്യോ അല്ലെ. ഇഡ്ലിയും അത് മാവ് അരയ്ക്കണതിന്റെയും റേഷ്യോ ഒക്കെ നമ്മളിപ്പോൾ പഠിച്ചതാണ് അല്ലെ. 9 cup of such a mixture of rice and urad, how many cups of rice are taken? അപ്പോൾ 9 കപ്പ് ഉണ്ടാക്കണമെങ്കിൽ 9 cup of such a mixture of riceഉം ഉറാദ് ആണെങ്കിൽ എത്ര കപ്സ് ഓഫ് റൈസ് എടുക്കണം എന്നാണ് ചോദിക്കുന്നത്. 2 cup of റൈസിന് 1 cup ഉറാദാണ് അല്ലെ. അപ്പോൾ 9 കപ്സിനാണെങ്കിൽ എത്ര വേണം? So how many times? 3 is 9, 3 times, 3-fold. So 6 cups of റൈസിന് എത്ര വേണം? 3 cups of ഉറാദ് വേണം. കാരണം ഇവിടെ 1 ആണ്. അപ്പോൾ 9 ആണെങ്കിൽ 3 times ആണ്. മനസ്സിലായോ? അപ്പോൾ 6 cups of റൈസിന് എത്ര വേണം? 3 cups of ഉറാദ് വേണം. ഉറാദ് പറഞ്ഞ ഉഴുന്ന്. And the problem, in a cooperative society there are 600 members of ആരൊക്കെയുള്ളത്? മെയില് 600 മെയിലും 400 ഫീമെയിലും ഉണ്ട്. 600 മെയിലും 400 ഫീമെയിലും. An executive committee of 30 members is to be formed with the same male to female ratio in the society. Okay, how many male and female members are to be there in the committee? അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 600 മെയിലും ഉണ്ട്, 400 ഫീമെയിലും ഉണ്ട്. 600 മെയിലും 400 ഫീമെയിലും. അപ്പോൾ 600:400 എന്ന് പറഞ്ഞാൽ എന്താ റേഷ്യോ? 3:2. ഓക്കെ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫ് 30 members to be formed with the same male and female ratio in the society. അപ്പോൾ 3 മെന്നും 2 വിമനും.
അപ്പോൾ എത്രയായി 5 ആയി അല്ലേ 6 ഉം 4 എന്ന് പറയുന്നത് 3:2 5 ആയി here we need a total of 30 members is to be formed with the same male and female ratio in the society how many male and female are there in the committee അപ്പോൾ എത്ര പേര് ആ കമ്മിറ്റിയിലുണ്ട് a total of 30 വേണം അല്ലേ അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എത്ര മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട് 600 ഉം 300 അപ്പോൾ 3:2 30 members ആണ് ഫോം ചെയ്യേണ്ടത് how many times 5 to 30 എന്ന് പറയുന്നത് 6 times ആണ് അല്ലേ 3 into 6 ഉം 2 into 6 ഉം 3 into 6 എത്രയാ 18 2 into 6 പറയുമ്പോൾ 12 ഓക്കെ in the committee 3:2 3:2 പറയുമ്പോൾ here 6 അല്ലേ അപ്പോൾ 3 into 6 2 into 6 മനസ്സിലായോ മെയിൽ ആൻഡ് ഫീമെയിൽ റേഷ്യോ പറയുന്നത് 3:2 എന്ന് കിട്ടി അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഫോം ചെയ്യുമ്പോൾ എത്ര വരും 5 ആണ് ഫോം ചെയ്യണത് അല്ലേ 30 മെമ്പേഴ്സ് വേണം എല്ലാം കൂടിയിട്ട് 30 മെമ്പേഴ്സ് ആണ് സെയിം റേഷ്യോയിലുള്ള 30 മെമ്പേഴ്സ് വേണം അപ്പോൾ എത്ര ടൈംസ് ആണ് 5 30 ആവാൻ 6 ടൈംസ് ആണ് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ 3:2 എന്നുള്ളത് നമുക്ക് റേഷ്യോ കിട്ടി മനസ്സിലായോ ഈ 3:2 എന്ന് പറയുന്ന റേഷ്യോനെ നമുക്ക് കൂട്ടാൻ പറ്റും 3 + 2 5 കിട്ടി അപ്പോൾ ഈ 5 30 ആവാൻ എത്ര ടൈംസ് വേണം 6 ടൈംസ് അപ്പോൾ 3 into 6 ചെയ്യും 2 into 6 3 into 6 18 2 into 6 12 ഇനി വേറെ പ്രോബ്ലം rectangular piece of land is to be marked on the school ground for a vegetable garden okay Hari and Mary started making a rectangle with a 24 meter long rope Vimala teacher said it would be nice if the sides are in the ratio എന്താണ് 3:5 സൈസിൽ എടുക്കുകയാണെങ്കിൽ അത് ഓക്കെ ആണെന്ന് പറഞ്ഞു what would be the length and width of the rectangle അപ്പോൾ റെക്ടാങ്കിളിന്റെ ലെങ്ത്തും വിഡ്ത്തും എങ്ങനെയായിരിക്കും ലെങ്ത് ഓഫ് ദ റോപ്പ് എന്ന് പറയുന്നത് 24 meters ആൻഡ് ദിസ് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ അല്ലേ റെക്ടാങ്കിളുടെ റോപ്പ് നീളം എന്ന് പറയുന്നത് 24 meter പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ ലെങ്ത്തും വിഡ്ത്ത് എത്രയാണ് 3 ഉം 5 ആണ് അപ്പോൾ വാട്ട് വിഡ് ബി ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ ഹൗ മച്ച് ഈസ് ഓഫ് 16 ഈസ് 24 അപ്പോൾ 16 24യുടെ എത്ര ടൈംസ് ആണെന്നുള്ളത് കണ്ടുപിടിക്കണം അപ്പോൾ 24/16 എന്ന് പറയുമ്പോൾ 3/2 ദാറ്റ് ഈസ് 1/2 ഏരിയ ആണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഓക്കെ സോ ലെങ്ത് ഷുഡ് ബി 5 ടൈംസ് ലെങ്ത് ഓഫ് ദ റോപ്പ് എത്രയാണ് 24 meters ഓക്കെ ആ ലെങ്ത് തന്നെയാണ് എന്ത് അതിൻ്റെ പെരിമീറ്റർ ആയിട്ട് വരിക അപ്പോൾ 3/2 എന്ന് പറയുന്നത് എത്ര 1/2 2 into 1 2 + 1 3/2 ഓക്കെ ഇറ്റ് ഈസ് 3 times 3 ഇരട്ടിയാണ് അപ്പോൾ 3 into 1/2 is 4 1/2 meters ലെങ്ത് ഷുഡ് ബി 1/2 times 5 meters അപ്പോൾ 5 into 1/2 എന്ന് ചെയ്യുമ്പോൾ 7 1/2 meters അതായത് 24/16 എന്ന് ചെയ്യുമ്പോൾ 1/2 എന്ന് കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കയ്യിലുള്ള മെഷർ ഏതൊക്കെയാണോ 3 ഉം 5 ഉം ആണ് നേരത്തെ നമ്മൾ ചെയ്തില്ലേ റേഷ്യോ 3 + 5 is equal to 3 + 2 is equal to 5 560 ആവാൻ എത്ര ആഡ് ചെയ്യണമെന്നത് അതുപോലെ ഇത് 1.5 ആണ് നമുക്ക് കിട്ടിയത് ആ 1.5 3 ഉം 5 ഉം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4.5 കിട്ടും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5.5 meters എന്ന് കിട്ടും ഇനി അടുത്ത സുഹറ ആൻഡ് സീത സ്റ്റാർട്ടഡ് എ ബിസിനസ് ടുഗദർ സുഹറ ഇൻവെസ്റ്റഡ് എത്രയാ 40,000 rupees സീതയോ 30,000 rupees they made a profit of 7,000 rupees which they divided in the ratio in their investment how much did they each get അപ്പോൾ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ് സുഹറയും സീതയും അപ്പോൾ സുഹറ എടുക്കുകയാണെങ്കിൽ 30,000 ആണ് പറഞ്ഞത് അല്ലേ സുഹറ ഈസ് ടു സീത എന്ന് കൊടുക്കുകയാണെങ്കിൽ അവരുടെ റേഷ്യോ എങ്ങനെയായിരുന്നു 40,000 ഈസ് ടു 30,000 എന്ന് പറയുമ്പോൾ 4:3 അല്ലേ 4:3 അപ്പോൾ സുഹറയ്ക്ക് എത്രയാണ് കിട്ടിയതെന്ന് പറയുമ്പോൾ സോ നെക്സ്റ്റ് സ്റ്റെപ്പ് അബൌട്ട് സുഹറയ്ക്ക് എത്രയാണ് കിട്ടിയത് 7,000 ഇൻറ്റു അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7,000 ആണ് അല്ലേ 7,000 ഇൻറ്റു സുഹറയുടെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാ 4 ഓക്കെ 4 ഇത് രണ്ടും കൂട്ടി കൂട്ടുക 4 + 3 എത്രയാ 7 അപ്പോൾ 4 divided by 7 അതുപോലെ സീതയ്ക്കാണെങ്കിൽ എത്രയാണ് കിട്ടുക 7,000 പ്രോഫിറ്റ് 7,000 ആണ് രണ്ടുപേർക്കും അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 3 divided by എത്രയാ 7 4 + 3 7 ഇനി ഇത് രണ്ടും ചെയ്തിട്ട് അതിൻ്റെ ആൻസർ പറയാം അല്ലേ അതായത് 4/7 അപ്പോൾ ഈ 7ഉം ഇതും പോവും അതുപോലെ ഇവിടത്തെ 7ഉം 7,000ഉം പോവും അല്ലേ
അപ്പോൾ ഇവിടെ എത്ര കിട്ടുക? 1000 ആണ്. 1000 × 4 എന്ന് പറയുമ്പോൾ എത്രയാ? 4000. ഓക്കെ, അപ്പോൾ ആദ്യത്തേന് നമുക്ക് 4000 ലഭിക്കും. ഹിയർ എത്രയാ? 4000 ലഭിക്കും അല്ലേ? So that is equal to 4000. ഇവിടെയാണെങ്കിലോ 1000 × 3 ആണ്. അപ്പോൾ 3000. മനസ്സിലായോ? അപ്പോൾ ഹൗ മച്ച് ഡിഡ് ഈച്ച് ഗെറ്റ് എന്ന് പറയുമ്പോൾ സുഹറയ്ക്ക് 4000 റുപ്പീസും സീതയ്ക്കാണെങ്കിലോ 3000 റുപ്പീസാണ്. ഓക്കെ, ജോൺ ആൻഡ് രമേഷ് took up a job in contract. ഒരു ജോബ് കോൺട്രാക്ട് വർക്കിൽ അവരെടുത്തു. ജോൺ എത്ര ദിവസം വർക്ക് ചെയ്തു? 7 days. രമേഷ് ആണെങ്കിൽ 6 days. They got 6500 rupees as wages and divided in the ratio in the investment. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാം. എത്രയാണ് കിട്ടിയത്? 6500 ആണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ 6500 എന്ന് എഴുതുക. എന്നിട്ട് അവർ തമ്മിലുള്ള ഇത് എത്രയാ? 7 days ഉം 6 days ആണ് അല്ലേ? 7 days ആരാ? ജോൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈഡ് വിത്ത് 7 by എത്രയാ? 7 + 6 ആണ്. രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. അവർ തമ്മിലുള്ള ഡേയ്സ് 7 ഉം 6 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, 13 കിട്ടും. അതുപോലെ 6500 ഇൻറ്റു എത്രയാ? ഇനി അടുത്തത് ആരാ? രമേഷ് ആണ്. എത്ര ദിവസം? 6 days. 6 by 13. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യാം. അപ്പോൾ 13 ഉം 65 എന്ന് പറയുമ്പോൾ എത്ര ടൈംസാണ് പോവുക? 16ലും 35ലും 5 ടൈംസ് അല്ലേ? 5 ടൈംസ് ആണ് കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 500 എന്ന് എഴുതാം. അതുപോലെ 13 മുകളിലുള്ളതിലും എത്ര പ്രാവശ്യം എന്ന് എഴുതാം? 500 ടൈംസ് എന്ന് എഴുതാം. അപ്പോൾ 500 ഇൻറ്റു 7 എന്ന് പറയുന്നത് എത്രയാ? 3500 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 3500. ഇവിടെയാണെങ്കിലോ ഇൻറ്റു 6 ആണ്. അപ്പോൾ 3000. അപ്പോൾ ഹൗ മച്ച് ഈച്ച് ഗെറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ജോണിൻ്റെ അല്ലേ നമ്മൾ എഴുതിയത്? 7 days. അപ്പോൾ ജോണിന് കിട്ടുന്ന എമൗണ്ട് 3500ഉം രമേഷിന് കിട്ടുന്ന എമൗണ്ട് എത്രയാ? 3000. മനസ്സിലായില്ലേ? ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നെയാണത്. ഡിവൈഡ് ചെയ്യേണ്ടത് ഹൗ മച്ച് ഡിഡ്. അപ്പോൾ ആ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണിത്. ഓക്കെ, റീഡ് ചെയ്ത് നോക്കൂ. പിന്നെ കോൺട്രാക്ട് ജോൺ വർക്ക്ഡ് 7 days, രമേഷ് 6 days. സെയിം ക്വസ്റ്റ്യൻ. Angles of a linear pair are in the ratio 4:5. What is the measure of each angle? അപ്പോൾ ആംഗിൾ ഓഫ് എ ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ് ലീനിയർ പെയർ. അപ്പോൾ അവർ പെയർ ഇൻ ദ റേഷ്യോ ഏതാ? 4:5. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ഈച്ച് ആംഗിൾ? ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 180 എന്ന് എടുക്കാം. ആദ്യത്തെ ആംഗിൾ എത്രയാണ്? 4. ബാക്കി രണ്ടും കൂടെ കൂട്ടുക. 4 + 5 എത്രയാ? 9. ഇനി അതുപോലെ അടുത്തത് 180 ഇൻറ്റു ഇതെത്രയാ? 5 അല്ലേ? 5/9. രണ്ടും കൂടി കൂട്ടുക. 4 + 5 9. 5 + 4 9. അത് കൂട്ടുക. ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ 9ഉം ഈ 180 പറയുമ്പോൾ 20 അല്ലേ? 20 ടൈംസ്. അതുപോലെ ഇതും 20 ആണ്. അപ്പോൾ ഇത് ഈസ് ഈക്വൽ ടു 20 × 4 80. ഇവിടെയോ ഈക്വൽ ടു പറയുമ്പോൾ 20 × 5 എത്രയാ? 100. മെഷർ ഓഫ് ഈച്ച് ആംഗിൾ എന്ന് പറയുമ്പോൾ 80യും കിട്ടി. പിന്നെ എത്രയാ കിട്ടിയത്? 100. ഓക്കെ, ഡ്രോ എ ലൈൻ എ ബി. ലെങ്ത് 9 cm. എ പോയിന്റ് ടു ബി മാർക്ക്ഡ് ഇൻ സച്ച് എ ലെങ്ത് ഓഫ് AP and 2:1. കമ്പ്യൂട്ട് ദിസ് ടു ദ മാർക്കർ. ഇത് 2:3 അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ എത്ര? ഡ്രോ എ ലൈൻ 15 cm. എ പോയിന്റ് ഇസ് ടു ബി മാർക്ക് ഡിവൈഡ് ദ ലെങ്ത് 2:8. കമ്പ്യൂട്ട് ദ ഡിസ്റ്റൻസ് ആൻഡ് മാർക്ക് ദ പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു ലൈൻ വരയ്ക്കുക 15 cm ലോങ്ങിൽ. മാർക്ക് ചെയ്യണം അല്ലേ? പോയിന്റ് ഇസ് ടു ബി മാർക്ക് ഡിവൈഡ് ദ ലെങ്ത് ഇൻ ദ റേഷ്യോ 2:3. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 15 cm നമ്മുടെ കയ്യിലുണ്ട്. ഇൻറ്റു എത്രയാ? 2/5 അല്ലേ? 2/. Point is to be marked dividing the length in the ratio. Compute the distance and mark the point. 2/5. പിന്നെ ഇവിടെ എന്താ ചെയ്യേണ്ടത്? 15 ഇൻറ്റു
3/5. 3/5. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് പോവും അല്ലേ? ഇതിൽ എത്ര ടൈംസാ? 3 ടൈംസ് ആകുമ്പോൾ 6. ഇതിലും എത്ര തന്നെയാണ്? 3 ടൈംസ് ആകുമ്പോൾ 9. അപ്പോൾ നമുക്ക് കിട്ടുന്ന സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഏതാ? 6ഉം 9ഉം അല്ലേ? 6 സെൻറ്റിമീറ്ററും 9 സെൻറ്റിമീറ്ററും. ഇനി അടുത്തത് സീത ആൻഡ് സോബി ഡിവൈഡഡ് സം മണി ഇൻ ദ റേഷ്യോ 3:5. ദേ ഗോട്ട് 480 റുപ്പീസ്. വാട്ട് ഇസ് ദ ടോട്ടൽ എമൗണ്ട് ദേ ഡിവൈഡഡ്? ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് ദേ ഡിവൈഡഡ് എന്ന് പറഞ്ഞാൽ 480 റുപ്പീസാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ സീതയും സോബിയും എത്ര എടുത്തു എന്നുള്ളത് അറിയണം. സീതയാണെങ്കിൽ 3 ബൈ 3 + 2 എത്രയാ? 5 അല്ലേ? ഇനി സോബി ആണെങ്കിൽ 480 ഇൻറ്റു 2/5. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഇത് കട്ട് ചെയ്യും അല്ലേ? കട്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 9 ടൈംസ് ആണ് 45. 30 ആകുമ്പോൾ 6. അപ്പോൾ 96 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 18. 1 27 28. ഇത് 5ഉം 480 എന്ന് പറയുന്നത് 48 എന്ന് പറയുമ്പോൾ 9. 40 പറയുമ്പോൾ 45. 30 പറയുമ്പോൾ 6 അല്ലേ? 96 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 12. 9 to 18 192. അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ദേ ഡിവൈഡഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സീതയ്ക്ക് കിട്ടിയ എമൗണ്ട് എത്രയാ? സോബിക്ക് കിട്ടിയ സീത ആൻഡ് സോബി ഇൻ ദ റേഷ്യോ 3:2. അപ്പോൾ സോബി 192 റുപ്പീസ് അല്ലേ? സീതയാണെങ്കിൽ 288 റുപ്പീസ്. ഓക്കെ, 288 റുപ്പീസ്. ഓക്കെ, സോ സൈഡിൽ തന്നിട്ടുണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. 2 or 3 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. Okay, so that's all about this chapter. If you're interested, please do like, share and subscribe my channel. Okay, thank you.